23-ാം ദിവസം രാവിലെ 11 മണി. ഞാൻ കാട്ടാക്കട കോഴി, കാട്ടാക്കട ഗിരിരാജ കോഴിയുടെ ഒരേയൊരു മകനാണ് ഞാൻ. അപ്പൊ കാട്ടാക്കടയാണ് എൻ്റെ ജന്മസ്വദേശം. അപ്പോൾ ഞാൻ ജനിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷം ടെലിവിഷനിൽ ഒരു ഷോയിൽ എനിക്കൊരു അവസരം ലഭിക്കുകയാണ്. ആക്ച്വലി ഇപ്പൊ ആ ഷോ ഇല്ല, കാരണം കുറേ സീസണുകൾ, മേ ബി 18-നും 19-നും സീസണുകൾക്ക് ശേഷം 20-ാമത്തെ സീസൺ, എൻ്റെ ഷോയുടെ 20-ാമത്തെ സീസണിലാണ് ഒരു വേഷം കിട്ടുന്നത്. ഒരു വില്ലൻ ക്യാരക്ടർ, ഒരു വില്ലൻ കഥാപാത്രമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഞാനത് ഭംഗിയായി തന്നെ പൂർത്തീകരിച്ചു. ആ ഒരൊറ്റ ഷോയിൽ ഞാൻ കരുതിയത് വില്ലൻ ക്യാരക്ടർ ആയതുകൊണ്ട് ഒറ്റ തവണ മാത്രമേ ചാൻസ് ഉണ്ടാവുള്ളൂ എന്നുമാണ്. പക്ഷേ എനിക്കൊരു 10-15 വില്ലൻ ക്യാരക്ടർ ആവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം ഷോ നിന്നതോടുകൂടി ആഫ്റ്റർ എ ലോങ് ടൈം ഒരു പരിപാടിയിലും എനിക്ക് അവസരം കിട്ടാതിരുന്നപ്പോഴാണ് ബിഗ് ബോസിന്റെ കോള് വരുന്നത്. ബിഗ് ബോസ് ടെലിവിഷനിലെ സ്ക്രിപ്റ്റോ ഒന്നുമില്ലാത്തൊരു ബിഗ്ഗസ്റ്റ് റിയാലിറ്റി ഗെയിം ഷോ, അതിലൊരു കണ്ടസ്റ്റൻ്റായി വരുമോ എന്ന് ചോദിച്ചു. ഞാൻ മറുപടി യെസ്, ഞാൻ വരാം. എന്താണ് ഈ ബിഗ് ബോസ് ഗെയിം ഷോ എന്നത് എനിക്കറിയണം. ഇവിടെ വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് തുടങ്ങിയ കാര്യങ്ങളില്ലാത്ത ഒരു റിയാലിറ്റി ഗെയിം ഷോ ആണെന്ന് പറഞ്ഞു. അതേപോലെ സത്യസന്ധതയോട് ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ നമ്മൾ എന്തെന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ പുറത്തിരിക്കുന്ന പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കാട്ടാക്കട കോഴി എന്ന എൻ്റെ ലൈവ് സ്റ്റോറി. എനിക്ക് കൂടുതലായിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിമിഷങ്ങളെ കുറിച്ച് മാത്രമാണ് ബിഗ് ബോസ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്.